പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചിരിക്കുന്നു. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു വൃക്ക രോഗത്തെ തുടർന്ന്. പ്രശസ്ത സാഹിത്യകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചിരിക്കുകയാണ്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ദിവസങ്ങളോളമായി. ഇപ്പോൾ VS രഞ്ജിത്തുണ്ട് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, ഏറെ ദിവസങ്ങളായി MT ചികിത്സയിലായിരുന്നു. വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ സാഹിത്യലോകം, കേരളം ഒന്നാകെ പ്രാർത്ഥിച്ചിരുന്നു MTക്ക് വേണ്ടി. ഇപ്പോൾ എന്താണ് ആശുപത്രിയിൽ നൽകുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ എന്താണ് പറയുന്നത്? എപ്പോഴായിരുന്നു അന്ത്യം? ആര്യ, കഥകളുടെ എഴുത്തിന്റെ പെരുന്തച്ചൻ അദ്ദേഹത്തിന്റെ കാലം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ കഥകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു രണ്ടാം ഊഴത്തിന് അവസരമുണ്ടോ എന്ന് നമ്മളൊക്കെ പ്രത്യാശയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ആ പ്രത്യാശകളും പ്രതീക്ഷകളും ഒക്കെ അസ്ഥാനത്താക്കി അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. ആധുനിക മലയാള സാഹിത്യത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ബഹുമുഖ പ്രതിമയായിട്ടുള്ള തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ, തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ, നോവലിസ്റ്റ് എന്ന രീതിയിൽ, ചെറുകഥാകൃത്ത് എന്ന രീതിയിലൊക്കെ വലിയ തോതിൽ മലയാളികളുടെ തലമുറകളെ നിരന്തരമായി വായിക്കാൻ പഠിപ്പിച്ച എത്രയോ തലമുറ 1954 അദ്ദേഹം എഴുതി തുടങ്ങുന്ന കാലം തൊട്ട് ഇന്നേ വരെ മലയാളികളെ വായിക്കാൻ പഠിപ്പിച്ച വലിയൊരു എഴുത്തുകാരൻ, വലിയൊരു തിരക്കഥാകൃത്ത്, വലിയൊരു നോവലിസ്റ്റ്, അതിലേറെ മലയാളത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള മണ്ഡലത്തിലൊക്കെ ഒരു സൂര്യ തേജസ്സോടുകൂടി ഉയർന്നു നിന്നിരുന്ന മഹാപ്രതിഭയാണ് ഇതാ വിടവാങ്ങുന്നതും. അദ്ദേഹത്തിൻ്റെ സ്വാധീനം മലയാള ഭാഷയെ എത്രമേൽ രാജ്യാന്തര പ്രശസ്തിയിലേക്ക് പോലും എത്തിച്ചു. അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഭാഷ തിരക്കഥകളിലൂടെ മലയാള ഭാഷയുടെ ദൃശ്യഭംഗിയെ എത്ര മിഴിവേകി. ഇതിനൊന്നും നമുക്ക് പകരം വെക്കാൻ മറ്റൊരാളില്ലാത്ത വിധത്തിലുള്ള ഒരു വലിയ പ്രതിഭ. ജ്ഞാനപീഠ പുരസ്കാരം ഉൾപ്പെടെ രാജ്യത്തിൻ്റെ പത്മശ്രീയും പത്മഭൂഷണും ഉൾപ്പെടെയുള്ള വലിയ പുരസ്കാരങ്ങൾ പോലും വിനീതമായി പോകുന്ന അത്രയും വലിയ പ്രതിഭയാണ് ഇപ്പോൾ മലയാളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ അന്ത്യോപചാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കുറേ നിബന്ധനകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് നിഷ്കർഷകളോടുകൂടി ജീവിക്കുകയും ജീവിതത്തെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള ഒരു പോരാട്ടമായി ജീവിതത്തെ കണ്ട അദ്ദേഹം മരണാനന്തരവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരുപാട് നിഷ്കർഷകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുദർശനവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട്, സംസ്കാരവുമായി ബന്ധപ്പെട്ടെല്ലാം അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബം അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമായിരിക്കും അത്തരത്തിലുള്ള ചടങ്ങുകളിലേക്കൊക്കെ കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ച്